അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹറം 24, അതുപോലെ തന്നെ ഇന്ന് 9-ാം തീയതി ജൂലൈ. അത് ഞാനിവിടെ ഇങ്ങനെ ഇവിടെയുള്ളത് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീർബലി ഉണ്ടോ, നല്ല സൂര്യൻ്റെ ഉദയമൊക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നമുക്ക് അറമിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടി വന്നതാണ്. നിസ്കാരം കഴിഞ്ഞ പാട് അൽഹംദുലില്ലാഹ്. ഇതൊക്കെ ഇവിടെ വണ്ടികൾ കണ്ടോ, ഇതൊക്കെ ഉംറക്കാർക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ. നല്ല മനോഹരമായൊരു കാഴ്ച. അതായത് ഈ റോഡ് ഇങ്ങനെ, ഇതാണ് ബീർബലി എന്ന് പറയാം ഈ റോഡ്. അന്നേരം ഇവിടെ മുട്ടുന്നത് നേരെ വിട്ട് അൽഷ്വാദ് ഹോട്ടലിൻ്റെ അടുത്താണ് കേട്ടോ. ആ കാഴ്ചകൾ നമുക്ക് കാണാം. അവിടുന്ന് മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ വണ്ടികളൊക്കെ അറമിലേക്ക് പോകുന്നതൊക്കെ കാണാം. അവിടെ നിന്നുള്ള ദൃശ്യം അങ്ങോട്ട് പാർത്ത കേട്ടോ, അറമിലേക്കുള്ളത്. അങ്ങനെ ബീർബലിയിലെ റോഡ് ഇങ്ങനെ നടന്ന് ഞാൻ ഇങ്ങനെ എത്തി കേട്ടോ. നമ്മുടെ അൽഷ്വാദ് ഹോട്ടലിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അന്നേരം കുറേ ആൾക്കാരിങ്ങനെ കണ്ടോ ഓടുന്നുണ്ടോ നിങ്ങൾ. ഇവരൊക്കെ താൽക്കാലിക വ്യാപാരികളാണ് കേട്ടോ, കച്ചവടം ചെയ്യുന്നവരാണ്. ഈ കാണുന്ന ഒരു ജംഗ്ഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് ബീർബലിയിലേക്ക് പോകാനുള്ള വഴിയാണിത് കേട്ടോ. അൽബൈത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട്. ഇത് റിയാബക്ഷാണ് മുകളിലോട്ട്. അങ്ങനെ ഞാനിങ്ങനെ പോവാണ് കേട്ടോ. ഹറമിനൊക്കെ പോകണം. നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊന്ന് കാണുവാൻ പോകണം. സമയം ക്ലോക്കിൽ 5:40 കേട്ടോ. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആള് അത് അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരൻ കേട്ടോ. അങ്ങനെ മൂപ്പരെ കണ്ട് അൽഹംദുലില്ലാഹ് അവരിപ്പോൾ ഉംറയ്ക്ക് പോവാണ്. അങ്ങനെ നടന്ന് ക്ലോക്ക് ടവറിൻ്റെ പുറകുവശം ഇങ്ങനെ എന്താ പറയുക, മസാഫി ഈ ഭാഗത്തെത്തി കേട്ടോ. നിങ്ങളിവിടെ കാണുന്നുള്ള സംസം ഹോട്ടൽ, അങ്ങനെ ചെറിയൊരു ഹോട്ടലുകളൊക്കെ ഉണ്ട്. അറമിനൊക്കെയുള്ള ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞാൻ അറമിലെത്തിയിട്ടുള്ള അടുത്ത ചിത്രങ്ങളൊക്കെ കാണാം. അങ്ങനെ അൽഹംദുലില്ലാഹ് സഫ ടവറിൻ്റെ അടുത്ത് എത്തി. ഏതായാലും പടച്ചാൻ അനുഗ്രഹിക്കട്ടെ. ഇനി അറമിലേക്ക് പ്രവേശിക്കാം കേട്ടോ. ഏതായാലും ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു കാഴ്ച. ഒരു ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരു കപ്പ് ചായ വാങ്ങിച്ചിട്ട് കുടിച്ചിട്ടൊക്കെ പോവാം. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഞാനങ്ങനെ ഹറമിൻ്റെ മുറ്റത്തെത്തി കേട്ടോ. കാബാലയം കാണാം കേട്ടോ. അങ്ങനെ പരിശുദ്ധമായ കാബാലയം കണ്ണറെ കാണാം നമുക്ക്. ഇവിടെ ഒരുപാട് പേര് ദുആ ചെയ്യുന്നു. അവരുടെ ദുആകളൊക്കെ നമുക്കും അല്ലാഹു അതിലൊക്കെ ഉത്തരം നൽകട്ടെ. ആമീൻ. റബ്ബിൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ അവർക്കൊക്കെ അല്ലാഹു അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരൊക്കെ അവരുടെ അല്ലാഹു സ്വർഗ്ഗത്തും പൂങ്കാവനമൊക്കെ മാറ്റി കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ ഇടയിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളിലൊക്കെ അല്ലാഹു കാമലാശ്വാസം നൽകട്ടെ. അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മാരുപ്പമാർക്കുണ്ട്, അവരുടെ അസുഖത്തിലൊക്കെ അല്ലാഹു കാമലാശ്വാസം നൽകട്ടെ. അവരെ സംരക്ഷിക്കുന്ന മക്കളൊക്കെ ഉണ്ട് പഠിച്ചവനെ, അവർക്കൊക്കെ അല്ലാഹു റഹ്മത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ കടബാധ്യതകളുണ്ട്, പ്രയാസപ്പെടുന്നവർ, കല്യാണം കഴിയാനുള്ളവർ, അങ്ങനെ വീട് വെക്കാൻ ആഗ്രഹിക്കുക, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ള മനുഷ്യരാണ് പഠിച്ചവൻ. അവർക്കൊക്കെ അല്ലാഹു അവരുടെ നല്ല വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ഈ പരിശുദ്ധമായ മക്കയുടെ മഹത്വം കൊണ്ട് റബ്ബ് എല്ലാവരുടെ പ്രയാസങ്ങളും തീർത്ത് തരട്ടെ. റബ്ബിൻ്റെ കാരുണ്യവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നല്ലൊരു പ്രഭാതം നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.